വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ എവിടെയും കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞിങ്ങനെ സെലക്ട് ചെയ്ത് മണാലിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ജൂൺ 1 മണാലിയിലോട്ട് പോകാൻ വേണ്ടി 8 ദിവസത്തേക്കാണ്, 1-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെ പോവാണ്. നമ്മുടെ കസിൻസും എല്ലാം കൂടെ ഉണ്ട്. ഒരു 6 പേരായിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ നേരത്തെ എല്ലാം പ്ലാൻഡൊക്കെയാണ്. പ്ലാനിങ് ഡീറ്റെയിൽസ് എല്ലാം പറയാം. അപ്പം ഞങ്ങൾ നേരെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കവടിയാറിൽ നേരെ വന്ന് ശംഖുമുഖം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അപ്പം ശംഖുമുഖം എയർപോർട്ടിൽ കസിൻസിനെ കൊണ്ടുവിടാനായിട്ട് കൂടെ ഒരാളും വന്നായിരുന്നു. ഞങ്ങളവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം എയർപോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും കാരണം ഇത് ബുക്ക് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഡൽഹി ടു മണാലി 15 രൂപയുള്ളൂ. അപ്പം ലാഭമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ. അപ്പം അത് പലതിലും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചാണ്ടിഗർ പോയിട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചാണ്ടിഗറൊക്കെ നോക്കുമ്പം 26,000 രൂപയാണ്, കൊച്ചിന്നേ ഉള്ളൂ. അപ്പോൾ അത് കാരണം അവിടെ ഫ്രീക്വൻറ്റ് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പം ഞങ്ങൾ നേരെ ഇപ്പോൾ ഇതിനകത്ത് ബുക്ക് ചെയ്തു. നേരെ ഉച്ചയ്ക്ക് 12:30-ക്കുള്ള ഫ്ലൈറ്റാണ്. അപ്പം അത് എയർപോർട്ടിനകത്ത് നിൽക്കുകയാണ്. അപ്പം അവിടെ നിൽക്കുന്നിട്ട് പ്ലെയിനിലോട്ട് കയറാൻ പോകണം. ഒരു പൈലറ്റും കൂടെ ഒരു കോ പൈലറ്റും ഉണ്ട്. ഇതും ഡ്രൈവറാണ് ആ ബസ്സിൻ്റെ. അപ്പം ഞങ്ങൾ പ്ലെയിനിലോട്ട് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അവർ ബസ്സിൽ കയറി നിൽക്കുകയാണ്. ഇപ്പോൾ കസിൻസ് എല്ലാം ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇപ്പം വൈകിട്ട് ഒരു 3:30-ക്ക് 4:30-ക്കൊക്കെ എത്തണമെന്ന് വിചാരിച്ചു. പക്ഷേ 3:45 ആയപ്പോഴേ പ്ലെയിൻ അവിടെ എത്തി. അപ്പം ഞങ്ങളങ്ങനെ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിന്ന് അപ്പോൾ അവിടെ ഒരു പൈലറ്റും കോ പൈലറ്റും കൂടെ നിൽപ്പുണ്ട്. അവരെ കൂടെ ഒക്കെ വീഡിയോയിലെടുത്തു, ഡ്രൈവറെ എടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവർ ഇനിയിപ്പോൾ നേരെ പ്ലെയിനിലോട്ടാണ് പോകുന്നത്. ബസ്സിൽ കയറി നേരെ പോവുകയാണ്. അപ്പം മണാലി നല്ല കാലാവസ്ഥയാണ്. ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ നോക്കണം നല്ല കാലാവസ്ഥ. ഇപ്പം ഒരു ബേ ഓഫ് ബംഗാളിലൊരു ചുഴലിക്കൊടുങ്കാറ്റ് വന്ന് അവിടെയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങോട്ടൊന്നും ഇല്ലെന്ന് കണ്ടിട്ടാണ് നോക്കി. നമ്മൾ നേരത്തെ കഴിഞ്ഞ് മെയ് 1-ാം തീയതിക്കാണ് ബുക്കിംഗ് തുടങ്ങിയത്. എന്നാലേ നമുക്ക് ഈ പൈസ കുറച്ചെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നല്ല കാലാവസ്ഥയാണെന്ന് പറയുന്നത്. അപ്പം വെതർ കണ്ടീഷൻ എപ്പോഴും കയറി നോക്കണം. അപ്പോഴതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും മഴയുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്നിട്ട് നമുക്ക് ഈ ബുക്കിങ്ങിനും എല്ലാം ചെയ്യാവും. അല്ലെങ്കിൽ നമുക്കവിടെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഞങ്ങളങ്ങനെ നേരെ അപ്പം ഞാൻ ഫ്രണ്ടിൽ കൂടെ കയറി മേളിൽ പോയി. അപ്പം ബാക്കിൽ വൈഫും ബാക്കി ആൾക്കാരൊക്കെ കൂടെ ബാക്കിൽ കൂടെ കയറി കഴിഞ്ഞു. ഞങ്ങളങ്ങനെ പ്ലെയിനകത്തോട്ട് കയറുകയാണ്. അപ്പം ഇവിടെ ഡൽഹി ടു ട്രിവാൻഡ്രം ടു ഡൽഹി, അത് കഴിഞ്ഞ് അവിടുന്ന് ഡൽഹി ടു മണാലി ഓൾഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞല്ലോ 15,000 രൂപയാണ് ഇപ്പോഴത്തെ ചാർജ്. കൂടെയും കുറേയൊക്കെ ചെയ്യും. നോക്കിയിരുന്ന് കുറഞ്ഞാണ് പ്ലാൻ ചെയ്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ ലാഭമാണ്. അതാണ് എൻ്റെ മെത്തേഡ്. അപ്പം അങ്ങനെ പ്ലെയിനിലൊക്കെ കയറുകയാണ്. അപ്പം പിന്നെ ഇത് കാലാവസ്ഥ നമ്മൾ ആ സൈഡിലോട്ട് ഇന്ത്യയുടെ ആ സൈഡിലോട്ട് വലിയ ഇപ്പുറത്തെ സൈഡുകളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴത്തെ അതിൽ ഇൻഡിഗോ ഭയങ്കര ഷാർപ്പ് ടൈമാണ്, കറക്റ്റായിട്ട് എത്തും. അത് സമ്മതിച്ചു കൊടുക്കണം. നല്ല ഇത് ഓഫറുള്ളപ്പോൾ പൈസയും കുറയും. ഒരു 3-4 സീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ഫുള്ളായിരുന്നു. അപ്പം ഞങ്ങൾ പ്ലെയിനിലോട്ട് കയറി. പ്ലെയിനിലിങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു തുറന്ന് കയറിയ ഉടനെ മേളിലൊരു ഇതുണ്ട്, ഇങ്ങനെ മിസ്റ്റ് പോലെ കാണാം. അത് രസമാണ്. അപ്പം ഞാനത് വെറുതെ ഒന്ന് എടുത്തിട്ടുണ്ട്. മിസ്റ്റ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കയറി കഴിഞ്ഞു. ഞങ്ങൾക്ക് ലഗേജൊന്നുമില്ല, 2 ബാഗേ ഉള്ളൂ. ഒരു 8 ദിവസത്തെ ഡ്രസ്സുകളും അങ്ങനെയുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ട അത്യാവശ്യ ബാക്കി സാധനങ്ങളും എല്ലാം കൊണ്ടുപോകണം. നല്ലതാണ്. സ്ലിപ്പറുണ്ടെങ്കിൽ സ്ലിപ്പർ എടുത്ത് കൊടുക്കണം, നല്ലതാണ്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തിന്നാനുള്ള സ്നാക്സൊക്കെ അതും നോക്കുകയാണ്. കാരണം പ്ലെയിനിലൊക്കെ വാങ്ങിക്കുമ്പം ചാർജ് ഭയങ്കരമാവും. എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കേണ്ടി വരും. എന്നാലും നോർമലി നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതിൻ്റെ ടേസ്റ്റൊന്നും വരില്ല. അപ്പോൾ ഞങ്ങൾ നേരെ അതിൽ കയറി ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങി. ഡൽഹി എയർപോർട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡൽഹി എയർപോർട്ടിനകത്ത് നിന്ന് നമുക്ക് തന്നെ ട്രാമുണ്ട്. ആ ട്രാമിൽ യെല്ലോ ലൈനിലോട്ട് കയറണം. അപ്പം ഒന്ന് മാറി കയറണം. അപ്പം നമുക്ക് ട്രാം കിട്ടും. ട്രാമിൻ്റെ ടിക്കറ്റ് അതിനകത്ത് എടുത്തതിന് ശേഷം അവിടെ തറയിലൂടെ മഞ്ഞ ഇങ്ങനെ കാൽപാദം പോലെ ഇട്ടിരിക്കും. നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെളിയിൽ ഇറങ്ങി ബസ് പിടിച്ച് പിന്നെ കാശ്മീരി ഗേറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഹിമാചൽ പ്രദേശിൻ്റെ ബസ്സിലാണ് പോകാനുള്ളത്. അപ്പം നമുക്ക് അങ്ങനെ പോകാൻ അതിനകത്ത് പോകണമെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് ടാക്സി പിടിച്ച് പോകണം. അതിനേക്കാൾ ലാഭം ഇതുമാണ്. എളുപ്പം എത്തുകയും ചെയ്യും. മെട്രോ കാണുകയും ചെയ്യാമല്ലോ. ഞാൻ നേരത്തെ കയറിയിട്ടുണ്ട്, നല്ലൊരു രസമാണ്. അപ്പം മെട്രോയ്ക്കകത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മെട്രോ നേരെ ന്യൂഡൽഹി സ്റ്റേഷൻ വരെ പോവുള്ളൂ.
അവിടെ നമ്മൾ ഇറങ്ങിയതിന് ശേഷം അടുത്ത യെല്ലോ ലൈനിൽ കയറിയിട്ട് ഈ കാശ്മീരി ഗേറ്റിൻ്റെ അവിടെ നോക്കണം. അതിന് മുകളിലെല്ലാം എഴുതി കാണിക്കും. അപ്പോൾ കാശ്മീരി ഗേറ്റിൻ്റെ അപ്പം 2 ടിക്കറ്റും ആദ്യമേ തരും. അപ്പോൾ അവിടെ ക്യാഷാണ് അവർ വാങ്ങിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ക്യാഷ് തന്നെ കൊടുത്ത് കയറിയതിന് ശേഷം ഇവിടെ അങ്ങോട്ട് പോവുകയാണ്. നേരെ പോയി. അപ്പോൾ അവിടെ നമ്മൾ നേരെ അടുത്ത് അവിടെ കാശ്മീരി ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ അല്ല ബസ് സ്റ്റേഷനിലെത്തി. ബസ് സ്റ്റേഷനിൽ വന്ന് കഴിക്കാതിരിക്കാൻ ഫുഡൊക്കെ കൊള്ളത്തില്ല. എല്ലാ ബസ് സ്റ്റേഷനിലെയും ഫുഡിൻ്റെ കുഴപ്പം അത്ര രസമില്ല. ഈച്ചയൊക്കെ കൊണ്ട് ഭയങ്കര ശല്യം. പക്ഷേ എന്തായാലും കഴിക്കാതിരുന്നാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ വൈകിട്ട് നമുക്ക് ഏകദേശം നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് ഇത് കയറാൻ നമ്മൾ ബുക്ക് കണക്ക് 4:30 വന്നിട്ട് നമ്മൾ 7 മണിക്കുള്ള ഇതിനകത്താണ് ഓൾവോയിലാണ് കയറുന്നത്. ഓൾവോ നല്ല രസമാണ്, നല്ല സുഖമുണ്ട്, നല്ല ഡ്രൈവറും നല്ല സ്മൂത്തായിട്ട് ഓടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് കഴിച്ചിട്ട് കയറാമെന്നുള്ള കണ്ടീഷൻ അവിടെ കയറി. റോട്ടി എന്ന് പറയുന്ന സാധനവും പിന്നെ മറ്റേ അതൊന്നും അത്ര രസമില്ല. എന്നാലും തൽക്കാലം വിശപ്പെടുക്കാനായിട്ട് അത് വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇവർ ബസ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ നമ്പറാണ്. ഞങ്ങൾ ബസ് നമ്പർ നോക്കിയിട്ട് കൺഫ്യൂഷനായി. പിന്നെ എന്തായാലും നോക്കിയപ്പം രജിസ്ട്രേഷൻ നമ്പറാണെന്ന് ആ മെസ്സേജ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന് അപ്പോൾ ഞങ്ങളുടെ ബസ് തരെയാണ്. അപ്പോൾ നമ്മൾ അകത്തോട്ട് അത് കൊണ്ട് പാർക്ക് ചെയ്തു. നമ്മൾ സൈഡിലെ സീറ്റിൽ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് അകത്തോട്ട് കയറി. കുറച്ച് ഏത്തക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് തിന്നാൻ. അപ്പം ബസ് ഏതായാലും വിട്ടു. നല്ല കംഫർട്ടബിളായിരുന്നു കേട്ടോ, നല്ല സുഖമായിട്ടിരുന്ന് ഉറങ്ങാം. വൈകിട്ടപ്പോൾ ഒരു ദിവസം നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. പക്ഷേ നല്ലതുപോലെ ഉറങ്ങാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ വൈകിട്ടൊരു ഇപ്പം ഇതുപോലെ 7 മണിക്ക് കയറി. ഇത് രാവിലെ 9 മണി 8 മണി സമയമാകുമ്പോഴത്തേക്കും മണാലിയിലെത്തും. അങ്ങനെയാണ്. അപ്പം ബസ്സിലെ യാത്രയാണ് ഈ കാണിക്കുന്നത്. ബസ്സിലിങ്ങനെ കൊണ്ടുപോയി നല്ല കംഫർട്ടബിളാണ് കേട്ടോ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് നേരെ ഇതിൽ കയറി. അപ്പം വഴിയിൽ ഓൾവോയിൽ കയറി. വഴിയിലൊരു രാത്രിയിലൊരിടത്ത് കഴിക്കാനായിട്ട് ഇപ്പം പഞ്ചാബി ബംഗ്ര ഡാൻസിൻ്റെയൊക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ കഴിക്കാനായിട്ട് അവിടെ കയറിയാണ്. അപ്പോൾ അവിടെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ പിന്നെ ഒരു ക്രാക്കിൾ വാങ്ങിച്ച് അത് മാത്രം കഴിച്ചിട്ട്, കാരണം ഇങ്ങനത്തെ ഇതിനൊക്കെ സൂക്ഷിക്കുക, നല്ല ചൂടായിട്ടുള്ള കഴിച്ചില്ലെങ്കിൽ എപ്പോഴും വയറിനൊക്കെ ഡാമേജ് വരും. അപ്പം നമുക്ക് പോയി ഇങ്ങനെ പരിചയമുള്ളതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കഴിക്കുകയുള്ളൂ. ചീത്തയായ സാധനങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ സമയം കാണുള്ളൂ, കറങ്ങാൻ പോകാൻ പറ്റാതാവും. അപ്പോൾ അങ്ങനെ രാത്രിയിലൊരു എനിക്ക് തോന്നുന്നൊരു 10:30 മണി ഒക്കെ ആവുമെന്ന് തോന്നുന്നു. പണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കറങ്ങി അവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പം അവിടെ നിന്ന് ഒരാളൊരു ഷേക്കൊക്കെ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞാൽ ഷേക്കൊന്നും വാങ്ങിക്കരുത്, തണുത്ത സാധനങ്ങളൊന്നും കൊള്ളില്ലെന്ന്. എന്നിട്ട് പിന്നെയും ബസ്സിൽ കയറിയിട്ട് രാത്രിയാണ്. അപ്പം അവിടെ നേരെ വണ്ടി വിട്ട് നേരെ മണാലിയിട്ട് പോവുകയാണ്. മണാലി പോകുന്ന റോഡ്സ് നല്ലതാണ്, പക്ഷേ രാത്രിയാണ്ട് കിടന്ന് ഉറങ്ങാൻ വേണമല്ലോ. അപ്പോൾ അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിനകത്ത് കയറി അങ്ങനെ പോവുകയാണ്. അപ്പോൾ ടണലുകളുണ്ട് പോണ വഴി, പക്ഷേ തിരിച്ചു പോകുമ്പോൾ കാണാം. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ അത് അവിടെ കയറുന്ന ഉറപ്പം അവിടുത്തെയാണ് ഈ എടുക്കുന്നത്. ഇപ്പം കണ്ടക്ടറും ഡ്രൈവറും ഉണ്ട്. കണ്ടക്ടർ പാൻപരാഗം കണ്ട കയ്യിലിങ്ങനെ ഇട്ട് ചതച്ച് കഴിക്കുന്നുണ്ട്. അതിൻ്റെ കേടൊന്നും പുള്ളിക്ക് അറിയത്തില്ലായിരിക്കും, അത് നമുക്ക് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെ അതിനകത്ത് നിന്ന് നേരെ മണാലിയിലോട്ട് പോകണം. നല്ല കാലാവസ്ഥ. ഡൽഹി ഭയങ്കര ചൂടാട്ടോ, ഡൽഹി ചൂടിപ്പോഴേ 52 ഡിഗ്രിയൊക്കെ വന്നെന്ന് പറയുന്നു. നമ്മളതുകൊണ്ട് അധികം വെളിയിലായിരുന്നു. എയർപോർട്ടിനകത്ത് നിന്നിട്ട് എൻ്റെ ഡയറക്റ്റ് മെട്രോയിൽ കയറിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം അങ്ങനെ ഇതിനകത്തോട്ട് കയറി. പിന്നെ അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ AC ആണല്ലോ, വെളിയിൽ ഇറങ്ങേണ്ട കാര്യമില്ല. അപ്പം രാത്രിയിൽ അങ്ങനെ ഈ ട്രാവലിൽ വണ്ടി ഒരു 60-70 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു. പക്ഷേ നല്ല കംഫർട്ടബിൾ കേട്ടോ, നമുക്ക് അറിയത്തില്ല പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ റോഡും ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ചിലയിടത്തൊക്കെ ഇപ്പോഴും ജാമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് റോഡ് റിപ്പയറും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഈസിയാണ്. രാവിലെ ഒരു 7-8 മണി കണക്കാക്കിയിട്ട് മണാലിയിലോട്ട് പോവാണ്. അപ്പം നേരെ ബസ് ഇത് ഏകദേശം 1100 രൂപ സംതിങ് വരും ബസ് ടിക്കറ്റ്. നമുക്കധികം കൂടുതൽ ലഗേജൊന്നും എടുക്കാൻ പാടില്ല, എന്നാൽ സൗകര്യമാണ്. ആവശ്യത്തിനുള്ള ഡ്രസ്സുകൾ, വെയിറ്റ് കുറഞ്ഞ ഡ്രസ്സുകളും ഒരു പാൻറ്റും അങ്ങനെ. പിന്നെ ഒരു ഇന്നർ വെയർ ഞങ്ങൾ കൂടുതൽ തണുപ്പായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ഇന്നർ വെയർ എന്ന് പറഞ്ഞാൽ തെർമലെന്ന് പറയും. അതിങ്ങനെ ദേഹം മുഴുവൻ അതിങ്ങനെ ഷർട്ടും പിന്നെ അത് പാൻറ്റും പോലെയുണ്ട്. അത് കിട്ടും, ഭയങ്കര വിലയൊന്നുമില്ല, 900 രൂപ അങ്ങനെ ഉള്ളൂ. അത് ഇട്ടിരുന്നാൽ കുറച്ചുകൂടെ കംഫർട്ടബിളാണ്, തണുപ്പ് തടയാൻ പറ്റും. പുറത്തുകൂടെ ഡ്രസ്സ് ഇടണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഓരോ പല രസമാണ്. 3-4 സ്റ്റേറ്റ് കിടന്നാണ് പോകുന്നത്. അതായത് ഡൽഹി, പഞ്ചാബ്, ഹരിയാന, പിന്നെ ഹിമാചൽ പ്രദേശ്, അങ്ങനെയാണ് അത് കയറുന്നത്. അപ്പോൾ അതിനകത്തൂടെ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല രസമുള്ള റോഡൊക്കെ നല്ല റോഡുകളാണ്. ഇപ്പോൾ എല്ലാ ഹൈവേയും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിലയിടത്തൊക്കെ കൺസ്ട്രക്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം
നേരെ യാത്രയിൽ ഇങ്ങനെ അങ്ങോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ ഓവർടേക്കിങ് ചെയ്തൊക്കെ ഇടതുവശം വലതുവശം ഒന്നുമില്ല അതിനകത്ത്, എല്ലാം നമ്മുടെ റോഡുകളാണ്. അപ്പം ഇടതുവശം വലതുവശം എന്ന് പറയാൻ ഏത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യും. കണ്ട പുള്ളി പാൻപര കയ്യിലിട്ട് ഇങ്ങനെ ചതച്ച് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്ന കവിളിലോട്ട് കയറ്റി വയ്ക്കുന്നുണ്ട്. അതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ നേരെ അതിൽ കയറി വോൾവോയിൽ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് റോഡൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പം ഓരോരോ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ആ സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് അവിടെ കാണാനൊരു രസമാണ്. അപ്പം നമുക്കിങ്ങനെ ട്രാവൽസ് പൈസ കുറച്ചിങ്ങനെ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഐഡിയ. പക്ഷേ എന്നാലും ഒരു മീഡിയം ലെവലിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് വേണം നോക്കാൻ, അല്ലെങ്കിൽ തീരെ അങ്ങ് ഒരുമാതിരി ആയി പോകും. അതിൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് വേണം പോകാനായിട്ട്. ട്രാവലിംഗ് രസമാണ്. പല ആൾക്കാരും പല പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മളെ ഭൂമി എങ്ങനെയാണെന്നും ബാക്കി കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അതൊക്കെ രസമുള്ള സംഭവമാണ്. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നിട്ടും ഇത് ഓരോ സ്റ്റേറ്റും മാറുന്നതനുസരിച്ച് ഓരോ സ്ഥലങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴത്തേക്കും റൈറ്റിലോട്ട് തിരിഞ്ഞ് അപ്പം അത് കഴിഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മണാലിയിലോട്ട് കയറി കഴിഞ്ഞു. അപ്പം മണാലിയിലേക്ക് പോകുന്ന വഴിയിൽ മലകളൊക്കെ നമ്മൾ അതിലോട്ടൊക്കെ പോകും. ഇപ്പം പോകുന്ന വഴിയിലൊന്ന് എടുത്തതാണ്. അപ്പം നമ്മൾ നേരെ വന്ന് അവിടെ നിന്ന് നേരെ നമ്മുടെ ഹോട്ടൽ റൂമിലെത്തി. റൂമിൽ നിന്നുള്ള വ്യൂ ആണ് സൂപ്പർ ഡൂപ്പർ വ്യൂ ആണ്. നല്ല വ്യൂ രസമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ ഒരു ഹോട്ടലിലെത്തിയില്ല, അതിന് മുമ്പത്തെ വ്യൂ ആണ്. ഇത് വരുന്ന വഴിയിലെടുത്താണ്. നോക്കട്ടെ അങ്ങനെയാണ്. അതാണ് അപ്പം അങ്ങനെ ഇതാണ് അതിലോട്ട് പോവുകയാണ് നമ്മൾ. ഹിമാചൽ പ്രദേശ് അവർ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ കീസ് ഓൺ കൺട്രി എന്നാണ്. നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയും പോലെ അങ്ങനെ അവരും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാവൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ച് സൂം ചെയ്തൊക്കെ അനിമകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ നേരെ വന്ന് ഹോട്ടൽ ലാൻഡ് ചെയ്തു. നൈന റോക്ക് റിസോർട്ടാണ്. നല്ല റിസോർട്ട്, ഭയങ്കര വ്യൂ, സൂപ്പർ വ്യൂ. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. റൂം റെൻറ്റും കുറവാണ്. 2 നൈറ്റും 3 ഡേക്കുള്ള റൂം റെൻറ്റ് ഏകദേശം വന്നിട്ട് 3 റൂമിന് 11 രൂപ സംതിങ് ആയുള്ളൂ. നല്ല കുറഞ്ഞ റേറ്റാണ്. അവിടെ നിന്നപ്പം ഹെലികോപ്റ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കൊന്ന് കാണിക്കാൻ പോകുന്നതായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ എടുത്തിട്ടുണ്ട്. അത് രസമുണ്ട് കാണാൻ. നല്ല ഹിമാലയൻ, അത് നല്ല വ്യൂ ഉണ്ട് അവിടെ നിന്ന് ഇവിടെ നോക്കുമ്പോൾ. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ഹെലികോപ്റ്റർ വരുന്നത് കാണാൻ പറ്റും. ഹെലികോപ്റ്ററിനകത്തോടെ എനിക്ക് അവിടെ ഇതുപോലെ അവിടെ ഈ വേറെ പ്രൈവറ്റ് ഹെലികോപ്റ്ററാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ഭംഗി കാണിച്ചു കൊടുക്കാൻ ഹെലികോപ്റ്ററിലും കയറിപ്പോകും. പക്ഷേ ഭയങ്കര ചാർജാണ്. 1.5 ലക്ഷം രൂപ കൊണ്ടാണ് ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുന്നതാണ്. അപ്പം ഞാൻ വെറുതെ അതിൻ്റെ വ്യൂ എടുത്താണ്. രസമുണ്ട് കാണാൻ. ആ സൗണ്ടും എക്കോയും അതുപോലെ തന്നെ ബിയാസ് നദിയുടെ സൗണ്ട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും. അത് രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഹെലികോപ്റ്ററിൻ്റെ വ്യൂ അവിടെ നിന്നപ്പോൾ അതിങ്ങനെ ആൾക്കാരെ കാണിക്കാൻ പോകുന്നതാണോ ട്രാൻസ്പോർട്ടിങ് എന്നാണ് അറിഞ്ഞുകൂടാ. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നപ്പോൾ അതെടുത്തിട്ട് രസമുണ്ട് കാണാൻ. അതിൻ്റെ നമ്മുടെ മൊബൈലിൻ്റെ ഒരു സൂമിങ് എഫക്റ്റൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അതങ്ങനെ ഹെലികോപ്റ്റർ പോകുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അതിൻ്റെ അവിടുത്തെ ലോക്കൽ സീനുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നല്ല കാലാവസ്ഥ, നോർമൽ ടെമ്പറേച്ചർ, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ. പക്ഷേ ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടുണ്ട്. പക്ഷേ വൈകിട്ടൊക്കെ നല്ല രാവിലെ ഉണ്ട് നല്ല കൂൾ ക്ലൈമറ്റ്, രസമുണ്ട്. ഇപ്പോൾ ഇത് അവിടെ കണ്ട മൗണ്ടൻ വ്യൂ ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല ഫ്ലവേഴ്സും അങ്ങനത്തെ കാര്യം. തണുപ്പില്ല, നല്ല രസമുണ്ട്. ഞങ്ങൾ മഴയോ അങ്ങനെ എന്തെങ്കിലും കാണുമെന്നൊക്കെ പേടിച്ചാണ് വന്നത്. പക്ഷേ മഴയൊന്നുമില്ല, നല്ല തണുപ്പ്, നല്ല നോർമലായിട്ടുള്ള നല്ല തണുപ്പുണ്ട്, രസമുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ നമ്മൾ ഇടുമ്പാദേവി ടെമ്പിളും അതെല്ലാം ഇപ്പോൾ കാണും. നാളെയൊക്കെയാണ് അതിൻ്റെ മൗണ്ടൻ എക്സ്പ്ലോറേഷനൊക്കെ നാളെയാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ ഇതിങ്ങനെ നമ്മളത് കണ്ടിരിക്കുക. ഇതാണ് മഞ്ഞിങ്ങനെ കിടപ്പുണ്ട്. ഞാനിങ്ങനത്തെ ഒരു ഏരിയയിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത്. വേറെ സ്ഥലങ്ങളിലൊക്കെ ഒരു ഓടത്ത് പോയിട്ടുണ്ടെങ്കിലും മഞ്ഞുള്ളൊരു ഏരിയയിലോട്ട് ഇതുപോലെയാണ് ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല നമുക്ക് ഹോട്ടലിലും കൊള്ളാം. പക്ഷേ ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ റോട്ടിയും ദാൽ മക്കാനിയും പൂരി ബജിയൊക്കെ കിട്ടുള്ളൂ. നമ്മുടേത് കിട്ടാൻ പാടാണ്. പക്ഷേ ചോറ് സാധാ റൈസ് വാങ്ങിച്ചിട്ട്
മുട്ടക്കറിയൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് നോർമലി അത് റിവറിൻ്റെ ഇതിൻ്റെ സൗണ്ട് ഇവിടെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും കേട്ടോ. ബിയാസിൻ്റെ സൗണ്ട് എപ്പോഴും ഇങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും, രസമുണ്ട്. നീല നിറമാണ്, ഏകദേശം ഇതിൻ്റെ ഇതുപോലെ കെട്ടിടങ്ങൾ ഇഷ്ടം പോലെ മലഞ്ചെരുവുകളിൽ വെച്ചിട്ട്. ഇതും നമ്മുടെ ഓർഡർ ഒരു വലിയൊരു മലഞ്ചെരുവിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. നമുക്ക് പേടി തോന്നും, മലയുടെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ മേളിലോട്ട് കെട്ടുണ്ട്, കയറി പോകണം. ഇതിൽ ലിഫ്റ്റൊന്നുമില്ല, 3 നില കയറണം. ഞങ്ങൾ നേരത്തെ ലിഫ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചതാണ്. അപ്പം പുള്ളിക്കാരി അതിന് മറുപടി ഒന്നും ഇട്ടില്ല അവിടുത്തെ ഓർഡർ. പിന്നെ ഏതായാലും വരാമെന്ന് പറഞ്ഞെങ്കിൽ പോരുന്നു. അപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ഇവിടെ തന്നെ താമസിക്കുന്ന വ്യൂ ഒക്കെ കണ്ടിട്ട് കൊള്ളാം. ഫുഡും കുഴപ്പമില്ല, തിരക്കായിട്ടില്ല. പക്ഷേ അവരുടെ സ്റ്റൈലാണെന്നേ ഉള്ളൂ, വില ഇച്ചിരി കൂടുതലാണ്. പക്ഷേ ദൂരെയൊക്കെ പോയി ഇവിടെ കഴിക്കാനൊക്കെ പാടാണ്. കാരണം ഇത് കുറച്ചിങ്ങനെ റോഡിൽ നിന്ന് കയറി വരണം. എന്ന് പറഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ ഏകദേശം വലിയ കുത്തനെ തേരി കയറണം. അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ കഴിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് നല്ലത്. ഇവിടെ ഇരുന്ന് വെളി കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ സീനറി നോക്കിയിട്ട് സൂം ചെയ്ത് നോക്കുകയാണ്. അപ്പം നമ്മൾ ആ സ്ഥലത്തോട്ടൊക്കെ ഇനി പോകും. അപ്പം അതിന് മുമ്പേ ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് അതിങ്ങനെ രസത്തിന് വേണ്ടിയിട്ട് നോക്കുന്നതാണ്. ഈ നല്ല കാലാവസ്ഥ, നല്ല ക്ലൈമറ്റ്, മണാലി കൊള്ളാം. ഇനി നമുക്കത് കഴിഞ്ഞിട്ട് സിംലയും പിന്നെ അതുപോലെ തന്നെ റോക്തങ് പാസ് അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട്. അതൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുവരെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചിലവർ നാളെ അടുത്ത വീഡിയോയ്ക്കകത്ത്, നാളെ എല്ലാം ചിലപ്പോൾ അടുത്ത ദിവസമായിരിക്കും. അതിൻ്റെ വീഡിയോയിൽ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം പറയാം. അപ്പം നിറച്ച ആളാകട്ടോ, ഫുള്ള് ഇന്നല്ല ഫുള്ള് വേക്കൻസി എല്ലാം. നമ്മൾ രാവിലെ 10 മണിക്ക് 9 മണിക്ക് വന്നിട്ട് റൂം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല, ഭയങ്കര പാടാണ്, എല്ലാത്തിനും ഉണ്ട്, ക്ലീൻ ചെയ്തിട്ടൊക്കെ 12 മണിക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു അടുക്കും പറയുന്നില്ല, വരണവർക്ക് കൊടുക്കാൻ. ഞങ്ങൾ പിന്നെ നേരെ കയറി ഓഫീസിൽ നിന്ന് കുറച്ച് നേരം തള്ളലെല്ലാം നിന്നിട്ടാണ് പിന്നെ വല്ലവിധം ഒരു 11-11:30 ആയപ്പോഴത്തേക്ക് റൂം കിട്ടിയത്. കാരണം വന്നുടനെ പ്രഭാത കർമ്മങ്ങളൊക്കെ നടത്തണമല്ലോ. ഇതപ്പോൾ അതിൻ്റെ കിച്ചണാണ്, രസമുണ്ട്. ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ കെട്ടി, ബാക്കിൽ കണ്ടോ വലിയ മലയാണ്. അത് കണ്ടാൽ നമുക്ക് പേടിയൊന്നും, ഭയങ്കര കുത്തൻ്റെ സ്റ്റീം മല അതിൻ്റെ അടിയിലായി വെച്ചിരിക്കുന്നത്. അവിടുത്തെ ബിൽഡിങ്സ് എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ വർഷം കണ്ട അവിടെ ഭൂമികുലുക്കം പോലെ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലെ ഒരുപാട് റോഡുകൾക്കും വീടുകൾക്കും എല്ലാം ഡാമേജ് വന്നിട്ടുണ്ട്. ഇതിലിരുന്ന് ഇവിടെ നോക്കിയാൽ അറിയാം, മേളിൽ നിന്ന് എന്തെങ്കിലും ഒരു വെള്ളം കെട്ട് വന്നു കഴിഞ്ഞാൽ പാറയെല്ലാം തിരിച്ച് അതുപോലെ താഴെ വരും. അതുപോലത്തെ താഴെയില്ല ഈ ഹോട്ടലിൽ നിൽക്കുന്നത്. പക്ഷേ ഭയങ്കര രസമുള്ള വ്യൂ ഇവിടെയൊക്കെ ഉള്ള നല്ല. ഇവിടെ എത്ര ഞാൻ റോസസും അതെല്ലാം നല്ല പനിനീർ റോസാണ് നിൽക്കുന്നത്, നല്ല മണവും ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ ആ കളറും എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നേച്ചറുമായിട്ട് നോക്കിയിട്ട് നല്ല പ്രകൃതിയായിട്ട് നമുക്കിങ്ങനെ ഇണങ്ങി ഇരിക്കുന്നതാണ് എപ്പോഴും രസം. അപ്പം ഞങ്ങളുടെ ഈ വല്ലവിധമൊക്കെ അവിടെ ആദ്യത്തെ സ്റ്റെപ്പും അടുത്ത സ്റ്റെപ്പും കയറി വേണമെന്നില്ല. പിന്നെ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് റൂം ബോയ് കൊണ്ട് തന്നെ ബാഗ് എടുത്ത് മേളിൽ ഏൽപ്പിക്കാൻ വേണ്ടി നമ്മളവിടെ കാത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും അവിടെ ഊഞ്ഞാലും അങ്ങനത്തെയൊക്കെ രസമാണ്. അപ്പുറത്തും ഇതുപോലെ സെയിം സാധനമുണ്ട്, അവിടെ ഇതുപോലെ ഇരിക്കാം. പക്ഷെ നമ്മൾ നോക്കി നല്ലതാണെന്ന് നമ്മളെപ്പോഴും ഈ booking.com കയറി നോക്കുമ്പം എപ്പോഴും റിവ്യൂകളൊക്കെ നോക്കി ആ റിവ്യൂ അനുസരിച്ചേ പോകാവൂ. ആ റിവ്യൂവിൽ നല്ല റിവ്യൂ എല്ലാം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നമ്മളവിടെ ചെല്ലുമ്പം ആ റൂമോ അല്ലെങ്കിൽ അതൊന്നും ആയിരിക്കില്ല, വെറും പന്നയായിരിക്കും. ഞങ്ങളിങ്ങനെ ഗോവയിലൊക്കെ പോയി പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഉടനെ മാറി. അപ്പോൾ അത് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു കാശിനും കൊള്ളാത്ത തല്ലിപ്പൊളി റൂം. അപ്പോൾ അതേപോലെ നമ്മൾ നോക്കണം. അപ്പോൾ അതിൻ്റെ റിവ്യൂസും ഫോട്ടോസും ഒക്കെ എടുത്ത് നോക്കണം. പിന്നെ പറ്റുമെങ്കിൽ അവരെ വിളിച്ച് നോക്കണം, നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ. booking.com ബുക്ക് ചെയ്തതിന് ശേഷം നമ്പർ കിട്ടുള്ളൂ, അല്ലാതെ അവർക്ക് സൈറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കയറി കിട്ടും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ വിളിച്ച് ചോദിച്ചാൽ അവർ ലിഫ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അതിനെപ്പറ്റിയൊന്നും റിവ്യൂ ഇട്ടില്ല, അവർ മെസ്സേജ് തന്നില്ല. പിന്നെ ഏതായാലും വരണമെങ്കിൽ വന്നതാണ്. അപ്പം അവിടെ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇവിടെ ജനറേറ്ററും ഇല്ല, കറണ്ട് പോയി കഴിഞ്ഞാൽ കറണ്ട് കാണില്ല. അപ്പോൾ ഇന്ന് നമ്മളതൊന്നും അറിഞ്ഞില്ല, ഇവിടെ ചെന്നിട്ടാണ് അറിയുന്നത്. ചെന്ന ഉടനെ കറണ്ടില്ല, വെള്ളവും ഇല്ല, ഹോട്ട് വാട്ടറും ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വിഷമിച്ചിട്ടൊക്കെയാണ്. പിന്നെ വിചാരിച്ച് ഏതായാലും വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിട്ടൊരു ഏതായാലും ഭാഗ്യത്തിന് ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് വന്നപ്പോഴത്തേക്കും പിന്നെ പ്രശ്നമില്ല, ഹോട്ട് വാട്ടർ എല്ലാം കിട്ടുമല്ലോ. ഹോട്ട് വാട്ടർ ഇല്ലാതെ ഈ ഭയങ്കര തണുപ്പുള്ളിടത്ത് നിൽക്കാൻ പറ്റില്ല. ഇപ്പോഴവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന സമയത്ത് അത്ര തണുപ്പൊന്നുമില്ല, നോർമൽ തണുപ്പേ ഉള്ളൂ. നല്ലതാണ്, നല്ല രസം, നല്ല ക്ലൈമറ്റ്, നല്ല രസമുണ്ട്, വ്യൂ ഒക്കെ അടിപൊളി. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം വെള്ളവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെ നേരെ അവിടെ ആ താഴെ തന്നെ ഇരുന്നിട്ട് ഫുഡിനൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് തന്നെ കഴിച്ച് ഒരു വിശപ്പൊക്കെ വന്ന് രാവിലെ ഒന്നും കഴിക്കാനാണല്ലോ വന്നത്. പിന്നെ അവിടെ കയറി അവിടെ 2 ഊഞ്ഞാലെല്ലാം കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിരുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കും. ഇനിയാണ് ഫുഡൊക്കെ കഴിക്കാൻ പോവുള്ളൂ. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെറുതെ
ക്ഷീണമൊക്കെ മുഖത്ത് കാണാം, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അവിടെ നമ്മൾ വന്നതേ ഉള്ളൂ, വന്നിട്ട് കുളിക്കാനൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ പിള്ളേരും കുറേ സെറ്റ് നല്ല ഫുള്ളാണ്, എല്ലാം ഭയങ്കര ആളാണ്. കാരണം ഈ ഡൽഹിയിൽ ചൂട് കൂടുമ്പം അവിടെ ഇരിക്കുന്നവരെല്ലാം ഇതുപോലത്തെ ബാക്കി സ്ഥലങ്ങളിലോട്ട് വെച്ച് പിടിക്കും. അതായിരിക്കും ഭയങ്കര റഷ്. പഞ്ചാബിലുള്ളവരുണ്ട്, കുറേ സ്ഥലത്ത് മലയാളികൾ അങ്ങനെ കണ്ടില്ല, 1-2 പേരെ കണ്ടുള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്. അതിൻ്റെ ഗാർഡൻ ഏരിയയാണിത് ആ ഹോട്ടലിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ 4 നില കെട്ടിടമാണ്. അപ്പം 3-ാമത്തെ നിലയാണ് നമുക്ക് തന്നത്. ലിഫ്റ്റില്ലെങ്കിൽ നമ്മൾ പിന്നെ അതിന് വലിഞ്ഞ് കയറി കയറാതിരിക്കാൻ പറ്റില്ലല്ലോ വന്ന സ്ഥിതിക്ക്. അങ്ങനെ പിന്നെ അവിടുത്തെ ഗാർഡൻ ഷൂട്ടിങ്ങാണ്. ഇവിടുത്തെ ഈ ക്ലൈമറ്റ് കാണാൻ നല്ല രസമാണ്. ഈ പൂക്കളുടെയൊക്കെ ഭംഗിയും അതിൻ്റെ ആ മണവും ഒക്കെ, കാലാവസ്ഥയാണ് അതിന് അത്രയ്ക്കും ഭയങ്കര ഇത് കൊടുക്കുന്നത്. നമ്മുടെ അവിടെ നിന്ന് ഇത് കൊണ്ടുവച്ചാലൊന്നും അങ്ങനെ ഇതുപോലത്തെ ഭംഗി കാണത്തില്ല, അതായത് ട്രിവാൻഡ്രത്ത്. അപ്പം അങ്ങനെ ഇത് സിറ്റി ഏരിയയിൽ നിന്നും വെച്ചാലൊന്നും ഇതിന് ഈ ഭംഗിയില്ല. ഈ തണുപ്പത്തും ഈ ചൂടും കിട്ടിയാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ സൺഷൈനും കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര മനോഹാരിത വരുള്ളൂ. ഇപ്പോൾ ഇത് കസിൻസാണ്, അവർ ഇങ്ങനെ നമ്മുടെ ഭയങ്കര തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഈ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, നോർമൽ തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ചുമ്മാ നോർമൽ ഷർട്ടും അകത്തൊരു ഇന്നറും ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നിൽക്കാൻ പറ്റും. നേരത്തെ ഇത് തന്നെ നോക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടുകൊണ്ട് വന്നത്. അപ്പം അങ്ങനെ നമ്മളവിടെ കറങ്ങി നടക്കുകയാണ്. അപ്പം ചെക്കിൻ കിട്ടിയില്ല. ചെക്കിൻ കിട്ടിക്കഴിഞ്ഞാലേ അതിന് മേളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ടൈം കറക്റ്റാക്കിയിട്ട് ആ ടൈമിൽ നേരത്തെ വരികയാണെങ്കിൽ ചെക്കിൻ തരുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഇമെയിൽ ചെയ്യണം. ഇമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ തരും, വേറെ ഹോട്ടലൊക്കെ തരും. തന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വെളിയിൽ കുത്തിയിരിക്കണം 2 മണിക്കൂറൊക്കെ. അപ്പം അപ്പോൾ അങ്ങനെ പിന്നെ ഫുഡുകളും എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം ചൂട് ഫുഡേ കഴിക്കാവൂ, അല്ലെങ്കിൽ വയറൊക്കെ കുളമാവും. അപ്പോൾ അതുകൊണ്ട് അതും ബി കെയർഫുൾ. കറങ്ങുമ്പോൾ എല്ലായിടവും പോകണം, പക്ഷേ ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഫുഡുകൾ കഴിക്കാനായിട്ട്. നല്ല ഹോട്ടായിട്ടുള്ളത് കഴിക്കാം, എന്ത് കഴിക്കാം, ഹോട്ടാണ് നല്ലത് എപ്പോഴും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒന്നും വരില്ല, ഛർദിലോ അങ്ങനെയൊന്നും വരില്ല. അപ്പം അങ്ങനെ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പം നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും അവിടുത്തെ വ്യൂ പകർത്തുകയാണ്. നല്ല ഭയങ്കര വ്യൂ, മൗണ്ടൻ വ്യൂ, മഞ്ഞാണ് കിടക്കുന്നത്. അതിലോട്ടൊക്കെ കാണാൻ പോവും. നാളെ പോവുള്ളൂ. ഇന്നിപ്പോൾ ഇവിടെ റെസ്റ്റും, വൈകിട്ട് വരെ ഇവിടെ ഇരുന്ന് ആസ്വദിക്കാനും വൈകിട്ടൊക്കെ ആസ്വദിക്കാനൊക്കെയാണ് അങ്ങനെ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതതിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂവും ഇപ്പോൾ കാണിക്കും. അത് നല്ല രസമാണ്, ഭയങ്കര പൊക്കമാണ്, ഭയങ്കര ഹൈറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അപ്പോൾ അങ്ങനെ ഇന്നിവിടെ റെസ്റ്റാണ്. അപ്പോൾ മണാലിയിലോട്ട് നമ്മൾ ഡേറ്റൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് എളുപ്പമാണ്. അപ്പോൾ 1-ാം തീയതി രാവിലെ അവിടെ നിന്ന് ട്രിവാൻഡ്രത്തിൽ നിന്ന് വരിക, ഡൽഹിയിലെത്തുക. ഡൽഹിയിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരേണ്ടി വരും, പക്ഷേ എന്നാലും നോർമലി നമ്മൾ പ്ലാൻ ചെയ്താൽ കറക്റ്റായിട്ട് നമുക്കെല്ലാം കറക്റ്റ് സൂട്ടബിളായിട്ട് വരും. 1-ാം തീയതി വരിക, അത് കഴിഞ്ഞ് 2-ാം തീയതി അന്ന് രാത്രി തന്നെ മണാലിയിലോട്ട്, മണാലിയിൽ നിന്ന് പിന്നെ സിംലയിലോട്ട് പോവുക. സിംലയിൽ നിന്ന് നമ്മൾ മറ്റേ ഇവിടെ പോവുക, കുളു നേരെ നമ്മൾ അതുവഴി അമൃത്സർ കണ്ടിട്ട് അവിടെ നിന്ന് വാഘാ ബോർഡറും, അമൃത്സറിൽ വാഘാ ബോർഡർ, ജാലിയൻ വാല ബാഗ് നടന്ന സ്ഥലം, പിന്നെ മറ്റേ നമ്മുടെ സുവർണക്ഷേത്രം, ഇത്രയും കണ്ടിട്ട് തിരിച്ചവിടെ നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ കയറിയിട്ട് ഡൽഹി തിരിച്ചു വരാനാണ് പ്ലാൻ. അപ്പം എൻ്റെ ഓരോരോ ഡീറ്റെയിൽസായിട്ട് വരാം. ഇതിപ്പം ഇത് വന്നിട്ട് സെക്കൻഡ് ഡേ ആണ് ഈ കാണിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ആ ബാക്ക് സൈഡിൽ ഭയങ്കര കാറ്റ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് ഭയങ്കര കുന്നാട്ടോ. അപ്പം അതിൻ്റെ അടിയിലാണ് ഈ നിൽക്കുന്നത്. കാറ്റിങ്ങനെ നല്ലപോലെ വീശി അടിക്കുന്നത്, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഈ ബാക്കിൽ കാണുന്നത് ഇവരുടെ തന്നെ ഹോട്ടലാണ്. അതിൻ്റെ അകത്ത് പക്ഷേ കുറച്ച് ദൂരം മേളിലോട്ട് ഇങ്ങനെ നടന്നു പോകണം. ഞങ്ങൾക്കത് വേണമെന്ന് ചോദിച്ചാണ്, പക്ഷേ നമുക്ക് കൂടുതൽ ആ സ്റ്റെപ്പ് വഴി അങ്ങോട്ട് നടക്കാൻ വയ്യ. അങ്ങനെ അപ്പം നമ്മൾ ഇവിടെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഹോബിയായിട്ടുള്ള പരിപാടിയൊന്നും ചെയ്യാൻ പാടില്ല. എപ്പോഴും എൻജോയ് ചെയ്യാനും പ്രകൃതി എൻജോയ് ചെയ്യാനും ചുറ്റുപാടെല്ലാം കാണാനും അങ്ങനെ പോകുന്നതാണ് എപ്പോഴും രസം തോന്നുന്നത്. എനിക്കങ്ങനെയാണ് എപ്പോഴും ഇഷ്ടം. അതിനനുസരിച്ച് അത് അപ്പോഴേ നമുക്കത് മടുക്കാതിരിക്കുകയും ചെയ്യുള്ളൂ, എപ്പോഴും പോകാനും തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണ്, നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ മനോഹാരിത ഭയങ്കര രസമാണ് കേട്ടോ. നല്ലതുപോലെ സമയം പോകും, വെറുതെ ഇറങ്ങി ഇരുന്നാൽ മതി. അപ്പോൾ അതൊരു ഇവരുടെ ഒരു അവരുടെ രീതിയിലൊരു മോഡലിലാണ് ആ ബിൽഡിംഗ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത്, ഫുഡ് വന്നില്ലെന്നാണ് തോന്നുന്നത്. ഫുഡ് വന്നു കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് പിന്നെ ഇന്ന് രാത്രിയുടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണിക്കും. ഇലകളുടെയൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇതൊരു മറ്റേ
പച്ചയിൽ തന്നെ വേറൊരു തരം പച്ച കളറുള്ള ഇലയാണ്. അതുപോലെ ഭയങ്കര ഷൈനിങ് ഉണ്ട് ഓരോരോ ഇലയ്ക്കും. അത് ആ മഞ്ഞിൻ്റെയും ചൂടിൻ്റെയും അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ആ ഇലകളൊക്കെ അത്രയും മനോഹരിതയാക്കുന്നത്. പൂക്കളൊക്കെ അടിപൊളി കാണാൻ രസമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പിന്നെയും താഴോട്ട് മേളിൽ പോയിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ അവൻ്റെ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെളിയിലാണ് വയ്ക്കുന്നത്. പക്ഷേ അതെനിക്കിഷ്ടമില്ല. കാരണം അവിടെ ഇരുന്ന് ഇത് പിന്നെയും പാറ്റയും പല്ലിയും എല്ലാം കയറും. അതിനേക്കാളൊക്കെ നല്ല ഇവർ അപ്പോഴും ഒന്ന് എടുത്തുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മാർഗം വെളിയിൽ വയ്ക്കുകയോ വേണം. അങ്ങനെ ചെയ്യാം. ഈ ഓപ്പണായിട്ട് റോഡിൻ മറ്റേ ഗൾഫിലും എല്ലാം വെളിയിലൊക്കെ അങ്ങനെ തന്നെ വെളിയിൽ എടുത്ത് വയ്ക്കുക. അത് കൂടുതൽ വൃത്തികേടാണ് ശരിക്കും. ഇതിപ്പോൾ റൂമിനകമാണ് കാണിക്കുന്നത്. റൂമിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞ് ഇതാണ് റൂം. രസമുണ്ട്. റൂമും കുഴപ്പമില്ല. ഈ രൂപയ്ക്ക് നല്ല ലാഭമുണ്ട്. 2 നൈറ്റും 3 ഡേയ്ക്കും 3 റൂമിനാണ് 11,000 സംതിങ് ലാഭമാണ് ആ സാധനം. അപ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ട് പിന്നെ നേരെ പിന്നെ താഴോട്ട് വന്നിട്ട് ഹോട്ടലിൻ്റെ പേരാണ് എന്നുണ്ട് അവിടെ കാണിക്കുന്നത്. ഹോട്ടൽ ന്യൂ നൈന റോക്ക് ലാൻഡ്. ഇതിൻ്റെ നെറ്റിൽ നോക്കുമ്പോൾ 2-3 പേരുണ്ട്. ഞങ്ങൾ നോക്കി കഷ്ടപ്പെട്ടാണ് ഇത് കണ്ടുപിടിച്ച്. ഇതാണ് ആ ഹോട്ടലിൻ്റെ വെളിയിൽ നിന്നുള്ള ലുക്ക്. അതിനകത്ത് ബെനറ്റ് വുഡ് എന്തെന്ന് പറഞ്ഞാണ് അതിലെഴുതിയിരിക്കുന്നത്. പേര് ഇതിനകത്ത് ഫ്രണ്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഷാർപ്പ് ടേണാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ മേളിലോട്ട് കയറി അടുത്ത സ്റ്റെപ്പ് കയറിയാണ് മേളിപ്പാൻ. ലിഫ്റ്റുമില്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ ഒന്നുകൂടെ BS നദി ഇറങ്ങി. ഇപ്പോൾ ഇവിടെ എന്തോ ഒരു കലാമിറ്റീസ് ഉണ്ടായിട്ടാണ് ഇതിങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ചിലതൊക്കെ പൊളിഞ്ഞ കിടപ്പുണ്ട്. നേരത്തെ ഇടയ്ക്കൊന്നും പോവില്ലായിരുന്നു പറഞ്ഞായിരുന്നു. അപ്പം പൊളിഞ്ഞ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ സ്കൂട്ടറും ബൈക്കും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ ചെയ്താൽ ഭയങ്കരമാണ്. പിന്നെ നമ്മൾ ലൈസൻസ് അവിടെ വയ്ക്കാൻ നിൽക്കണം. പിന്നെ അതിനേക്കാളൊക്കെ ഇവിടെ നിന്ന് ഇതുപോലെ ഓട്ടോറിക്ഷയോ കാറോ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. BS നദിയാണ്. നല്ല രസമുണ്ട്. സൗണ്ട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. ഭയങ്കര നീല കളർ. ഞാനത് മേളിൽ നിന്ന് കാണിച്ചപ്പോൾ താഴോട്ട് വന്നിട്ട് ഞങ്ങളതിൻ്റെ എടുത്തതാണ് വെളിയിലോട്ട് ഇറങ്ങിയിട്ട്. അങ്ങനെ അപ്പോൾ അവിടുത്തെ സംഭവങ്ങളാണ് ഈ കാണിക്കുന്നത്. അപ്പം നദി ഒഴുകുകയാണ്. കല്ലാറ് ഇവിടെ നമ്മുടെ ഇവിടുത്തെ കല്ലാറ് പോലെ ഇരിക്കുന്നത് കണ്ടിട്ട്. പക്ഷേ വെള്ളപ്പാറയാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ എതിർവശത്ത് നമ്മൾ മേളിൽ നോക്കിയതിൻ്റെ തന്നെ താഴെ നിന്ന് വന്നിട്ടുള്ള ലുക്കാണ് ആ കാണിക്കുന്നത്. അവിടെ നേരെ ആ റോഡൊന്നും അങ്ങോട്ട് പോകുന്ന റോഡൊന്നും അത്ര നല്ലതല്ല. വെട്ടും കുഴിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നേരെ പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാണാറുണ്ട്. അപ്പോൾ പൈൻ ട്രീകളുടെ ഒരു ഇതാണെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ടാക്സി വിളിച്ച്, അപ്പം നമുക്ക് പരിചയമുള്ള ഒരു ടാക്സിക്കാരനുണ്ട്, ടാക്സി നടത്തുന്ന ഒരാളുണ്ട്. പുള്ളി നമുക്ക് ടാക്സി കൊണ്ട് തന്നു. ഒരു ദിവസം നമുക്ക് മൊത്തത്തിൽ കറങ്ങാൻ 3,500 രൂപ, 500 രൂപ ഡിസ്കൗണ്ട് വന്ന് 3,000 രൂപ. അയാൾ എല്ലായിടത്തും കൊണ്ട് കറങ്ങി കിടക്കും. അപ്പോൾ അതങ്ങനെയാണ് പൈൻ ഫോറസ്റ്റ് വന്നു. പൈൻ ഫോറസ്റ്റിൻ്റെ ഇപ്പോഴത്തെ വില അവിടെ നിൽക്കുന്ന ട്രീകളെല്ലാം കോടിക്കണക്ക് രൂപ വരുമെന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. രസമുണ്ട്. പൈൻ ഇങ്ങനെ കണ്ടിന്യൂസ് നിൽക്കുന്നുണ്ട്. നമ്മളതിനകത്തോട്ട് കയറി നടക്കുക. അപ്പം ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലതായിട്ടോ. അപ്പോൾ അവിടെ പൈൻ ഫോറസ്റ്റിനകത്തോട്ട് നിൽക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുവിട്ട് അയാൾ പോയി 5 മണിക്ക് വരുമെന്ന് പറഞ്ഞു. 5 മണിക്ക് വന്നിട്ട് പിന്നെ അപ്പുറത്തെ ഒരു ബുദ്ധ മോണസ്ട്രി ഉണ്ട്, അത് കാണണം. പിന്നെ നിങ്ങൾ അപ്പുറം ഇത് കണ്ട പിന്നെ തൊട്ടടുത്ത് വേറെ സംഭവം ഇത് കണ്ടിട്ട് ഞങ്ങളിവിടെ നിങ്ങൾ തിരിച്ചു വരുന്നത്. പക്ഷേ 5 മണിക്ക് പോയാൽ പിന്നെ കണ്ടില്ല. പിന്നെ വേറൊരു പാർട്ടി എന്നെ വിളിച്ചു വിട്ടുന്നത് 7 മണിക്കാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ കുട്ടികൾക്ക് വേണ്ടി ബോട്ടൊക്കെ ചെറിയൊരു ലേക്ക് പോലൊക്കെ താഴെ ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല. മേളിൽ നിന്ന് തന്നെ നോക്കി പൈൻ ഫോറസ്റ്റ് ആസ്വദിച്ചു. പൈൻ രസമുണ്ട് കാണാൻ. പൈന് നിറച്ചും മരങ്ങളുള്ള ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. ഇത് 2 കിലോമീറ്റർ തന്നെ ഉണ്ട്. ഒരുപാട് ദൂരം നടക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ഈ വന്നതിൻ്റെ ക്ഷീണമൊക്കെ കൊണ്ട് ഞങ്ങൾ ഒരുപാട് ദൂരമൊന്നും നടന്നില്ല. കുറച്ച് ദൂരമൊക്കെ നടന്നാണ് ഈ ഫോട്ടോസ് എടുക്കുന്നത്. അപ്പം അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ കസിനായിട്ടൊക്കെ നിന്നുള്ള ഫോട്ടോസും അവിടുത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ കറങ്ങി നടന്ന് നല്ല രസമുണ്ട്. നല്ല ചൂടായി ഈ സമയത്ത് അവിടെ. അപ്പം അത് നമ്മൾ എന്നാലും ഇതിനകത്തേക്കാൻ നല്ല തണുപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഒരു ബുദ്ധിസ്റ്റും മറ്റേ മൊണാസ്ട്രി ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വന്ന് നോക്കി. അപ്പോൾ അതിനകത്തോട്ട് കയറണം. പിന്നെ ഷൂസൊക്കെ അഴിച്ചിട്ട് കയറണം. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് വേണം അവിടെ വരെ ഫ്രണ്ട് ചെയ്യുന്നിട്ടേ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നല്ല രസമുണ്ട് അതും കാണാനായിട്ട്. അത് വളരെ പഴക്കമുള്ളതാണ് കേട്ടോ. ഇതൊക്കെ വളരെ വളരെ പഴക്കമുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളവിടെ കാണുന്നത്. മോണസ്ട്രി ഇതും കണ്ട് പിന്നെ പൈൻ ഫോറസ്റ്റും കണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ തൊട്ടടുത്ത് തന്നെ
ദേവി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്, അവിടെയും കാണാൻ പോകണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അകത്ത് കയറിയില്ല, വെറുതെ നിന്നൊക്കെ നോക്കി തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ പുറത്ത് വന്നതിന് ശേഷം മറ്റേതിനെ കാത്തു നിന്നിട്ട് അവൻ കുറച്ച് കഴിഞ്ഞ് സമയം താമസിച്ചാണ് വന്നത്, 7 മണിയും കണ്ടായി. അപ്പോഴത്തേക്കും വന്നെങ്കിലും അവിടെ 7-7:30 ആയാലും പിന്നെ ഇത് സന്ധ്യ ഇരുട്ടുമില്ല. അപ്പം നേരെ അവിടെ നേരെ ഭയങ്കര റഷ്, എല്ലായിടത്തും ഇതുപോലെ ഭയങ്കര റഷുണ്ട്. ഇടുമ്പ ടെമ്പിളിൻ്റെ അങ്ങോട്ട് ഇടുമ്പ ദേവി ക്ഷേത്രം എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇടുമ്പ ടെമ്പിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭയങ്കര തള്ള അവിടെ കിടന്നു, കുറേ നേരം കിടന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ ഫ്രണ്ടിലെത്തുന്നുണ്ട്. അവിടെ അതിങ്ങനെ എനിക്ക് ക്ഷേത്രമായിട്ട് അനുബന്ധപ്പെട്ടാണ് ഇതുപോലെ ഒരു മറ്റേ ഇതുപോലെ മാട് വരിക്കുന്ന പ്രത്യേക സാധനം കാണാൻ, അതിൻ്റെ സ്മെല്ലും ഉണ്ട് വല്ലാത്ത. അങ്ങനെ അവിടോട്ട് കയറി. അപ്പോൾ അവിടെ നടന്ന് കുറച്ച് നല്ല പൊക്കത്തിലുള്ളതാണ്. ഒരുപാട് പേരൊക്കെ ക്യൂ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ തൊഴാനും അങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വെറുതെ നമ്മുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി കയറി ആയതുകൊണ്ട് നേരെ മേളിലോട്ട് വെച്ച് പിടിച്ചിട്ട് അവിടെ നിന്ന് അവിടെ എല്ലാം കണ്ടിട്ട് നേരെ പുറത്തിറങ്ങി. അപ്പം ഇന്നത്തേതാണ്. പിന്നെ നേരെ വീട്ടിൽ പോയി, ആ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്ത് ഇടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാഭാരതമായിട്ട് കണക്റ്റഡാണ്. രാക്ഷസി എന്ന് പറയുന്ന ആളാണ് അത് വന്ന് മറ്റേ ഭീമനെ അറ്റാക്ക് ചെയ്ത ആൾ അങ്ങനെ കാണും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് ഇപ്പോൾ ഈ പല മൃഗങ്ങളുടെയൊക്കെ തലകളുടെ കൊമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടുമ്പാദേവി ടെമ്പിൾ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ സംഭവം ഇത് കാണാനായിട്ട്. ഭയങ്കര സംഭവം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കാണാൻ കുഴപ്പമില്ല. അവിടെ ഒരുപാട് പേരുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ തന്നെ കോവിലിൽ കയറി തൊഴാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതും കഴിഞ്ഞ് നേരെ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുപ്പോൾ രാത്രിയത്തെ കുറേ ഷോട്ട്സ് അവിടെ നിന്ന്. അപ്പോൾ അവിടെ ഹോട്ടലിൽ നോക്കുമ്പോൾ രാത്രി ഷോട്ടാണിത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ രാത്രിയിലുള്ളതാണ്. അപ്പോൾ ഇന്ന് റെസ്റ്റ് ഇവിടെ, നാളെ അടുത്ത നേരെ അവിടുത്തെ മലകളുടെ എക്സ്പെഡിഷൻ പോകുമ്പോഴത്തേക്ക് നാളെ ബാക്കി കാണാം. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം എഡിറ്റ് ചെയ്തതിനനുസരിച്ച് കാണാം. അപ്പം ഇതൊക്കെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോഴും തണുപ്പ് അരിച്ചരിച്ചിറങ്ങുന്നുണ്ട്, രസമുള്ള നല്ല തണുപ്പാണ്. ഇത് ഹോട്ടലിൻ്റെ നമ്മുടെ റൂമിൻ്റെ ഇതാണ്, ലോബിയാണ്, സിറ്റ് ഔട്ടാണ്. താഴെ ഒരു ചെറിയ ഗാർഡനൊക്കെ ഒരു സെറ്റപ്പ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെയാണ്. നല്ല മാനേജിങ് ലേഡിയാണ്, അവരൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല, നല്ല കമ്പനിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.